SCS SAJEER Easy Stitching Malayalam ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പോൾ രണ്ട് പാർട്ട് ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മൂന്നാമത്തെ പാർട്ടാണ്. അതായത് നിങ്ങളെല്ലാം പ്രതീക്ഷിക്കുന്ന ഫ്രണ്ട് ബാക്ക് സെറ്റിങ്സ്. അപ്പോൾ അളവുകളൊക്കെ നോക്കി വയ്ക്കുക. അപ്പോൾ നമുക്കിത് ഫ്രണ്ടും ബാക്കും സെറ്റ് ചെയ്തെടുക്കണം. നമ്മൾ കട്ട് ചെയ്തു, കപ്പ് പിടിച്ചു. ഇനി വളരെ പ്രധാനപ്പെട്ട പാർട്ടാണ് ഫ്രണ്ട് ബാക്ക് സെറ്റിങ്സും സ്റ്റിച്ചിങ്സും ഒരുമിച്ച് അങ്ങ് ചെയ്യാം നമുക്ക്. അപ്പോൾ അതിന് ആദ്യം നമ്മൾ അളവുകൾ നോക്കാം. 37 നമുക്ക് വേണ്ട അളവ്. 37ൻ്റെ പകുതി എടുക്കുക. 37ൻ്റെ പകുതി എന്ന് പറയുമ്പം എത്ര വരും? ഒരു 21.25 വരുന്നുണ്ട്. അപ്പോൾ കൂട്ടി വെക്കാം. കാൽക്കുലേറ്റൊക്കെ ചെയ്ത് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട് പെട്ടെന്ന് പരിപാടി കഴിയാനായിട്ട്. അപ്പോൾ 37ൻ്റെ പകുതി 18.5 പ്ലസ് 2 കൂടെ കൂട്ടുമ്പം, അതായത് ഫ്രണ്ട് പീസിനേക്കാളും ബാക്ക് പീസിലേക്ക് 2 ഇഞ്ച് കൂടുതൽ. അപ്പം വലിഞ്ഞിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. 20 അരയാണ് നമുക്ക് വേണ്ടത്. കറക്റ്റ് 20 അരയിൽ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക. 20 അരയിൽ സെറ്റ് ചെയ്തെടുക്കുക. 4 ഇഞ്ച് കയറ്റി വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് 20 അരയായേ. താഴെ വന്നിട്ട് ഇവിടെ സെൻറ്റർ ലൈൻ ഇവിടെ ഉണ്ട്. താഴെ നമുക്ക് ആ 2 ഇഞ്ച് കുറയും. അതായത് 33ൻ്റെ പകുതി 16.5 മൈനസ് 2 ആകുമ്പം 14.5. 14.5 എന്ന് പറയുമ്പോൾ 33 ആണേ. 33ൻ്റെ പകുതി 16.5. 16.5 എന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ 14.5. 14.5യുടെ പകുതി 7.25. തെറ്റിപ്പോയോ? എന്താ ഇത്രയൊക്കെ ഡിസ്റ്റൻസ് കാണിക്കണേ? അല്ലല്ല, തെറ്റിയിട്ടുണ്ട്. അത് ഫ്രണ്ടിലാണ് എടുക്കേണ്ടത്. ഇവിടെ തെറ്റിപ്പോയിട്ടുണ്ട്. ബാക്ക് പീസാണ്. ഞാൻ ഫ്രണ്ടിൻ്റെ കണക്കാണ് എടുത്തത്. ബാക്ക് പീസ് ആകുമ്പോൾ നമുക്ക് 2 ഇഞ്ച് കൂട്ടിയാണ് വേണ്ടത്. ഫ്രണ്ടിനേക്കാളും ബാക്കിലേക്ക് 2 ഇഞ്ച് കൂട്ടുക ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് 33ൻ്റെ പകുതി 16.5 പ്ലസ് 2 18.5. അപ്പോൾ 18.5യുടെ പകുതി എടുക്കുക. 18.5യുടെ പകുതി നമുക്ക് ഇടയ്ക്കൊക്കെ തെറ്റണം. അപ്പോഴേ നമുക്കത് ശ്രദ്ധ കറക്റ്റായി വരുള്ളൂ, നിങ്ങൾക്കും ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. 9.25 ഈ സെൻറ്റർ ലൈനിൽ വെക്കുക. ഇപ്പോൾ ശരിയായി. നേരത്തെ തെറ്റിയത് ഇപ്പോൾ ശരിയായി. ഇപ്പോൾ കറക്റ്റ് ഇവിടെ ലൈനിൽ വന്നു. പതിനെട്ടരയിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ലൈൻ കിട്ടിക്കഴിഞ്ഞു. സെൻറ്റർ ലൈന് ക്ലോസ്ഡ് സ്റ്റിച്ച് ലൈൻ. ഇനി നമുക്ക് ഫ്രണ്ട് പീസ് എടുത്ത് ഇതിൽ സെറ്റ് ചെയ്ത് നോക്കാം. ഇനി ടക്ക് ഇടണമെന്ന് അറിയണമല്ലോ, സെറ്റ് ചെയ്ത് നോക്കാം. ഇവിടെയാണ് നമുക്ക് ടക്ക് ഇടണോ വേണ്ടേ നമ്മൾ തീരുമാനിക്കേണ്ടത്. അല്ലാണ്ട് നമ്മുടെ ഇഷ്ടത്തിനല്ല ഇടേണ്ടത്. ഇത് വെക്കുക. കറക്റ്റ് ഇവിടെ ലെവൽ ചെയ്യുക. ഇത് ഫ്രീ ആയിട്ട് വിടുക. ഇവിടെ ടക്ക് ഇടേണ്ട ആവശ്യം ഇല്ല. കറക്റ്റ് ലെവലിനാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ടക്ക് ഇടേണ്ട ആവശ്യം ഇല്ല. എന്നിപ്പോൾ നമുക്ക് ഇവിടെ ലെവലാണ്, ഇതെല്ലാം ലെവലാണ്. അപ്പോൾ നമുക്ക് ടക്ക് ഇടേണ്ട ആവശ്യം ഇല്ല. അതുപോലെ ഇതും സെറ്റ് ചെയ്തെടുക്കുക. നമ്മളിങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ഈ സാധനം ഇങ്ങനെ നിൽക്കുക. അതായത് ഇവിടെയൊക്കെ വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ നിൽക്കും. ഇതിപ്പോൾ ഇവിടെ ചുരുണ്ടിരിക്കണമെങ്കിൽ ഇങ്ങനെ വയ്ക്കണം. ഞാൻ വെച്ചതാണ് അങ്ങനെ. അപ്പോൾ നമുക്കിവിടെ എത്ര ഉണ്ടോ അതനുസരിച്ച് ഇവിടെ ടക്ക് ഇട്ട് കൊടുത്താൽ. ഇപ്പോൾ ഇത് ലെവൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. ഇത് ഫ്രീ ആയി വിട്ട് കഴിഞ്ഞാൽ ഇല്ല, നമുക്ക് ടക്ക് പിടിക്കാനായിട്ട് ഇല്ല. കറക്റ്റായിരിക്കണം ഈ സെറ്റിങ്സ്. ഇതുപോലെ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തെടുക്കണം. ഇത് ഫ്രീ ആയി കറക്റ്റ് ആകുമ്പോൾ ഇവിടെ കറക്റ്റ് ആഫ്റ്റർ സ്റ്റിച്ചിങ് ഞാനിത് ഹൂക്ക് സൈഡ് തയ്ച്ചിട്ടില്ല. അപ്പോൾ നമുക്കൊരു 3.5 ഇഞ്ച് കിട്ടിക്കോളും. ഇതൊരു അല്പം അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. കറക്റ്റാണ്.
ഇവിടെ അതായത് ഇവിടെ നോക്കിയാൽ ഇവിടെ നിന്ന് 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇവിടെയും അതുപോലെ മാർക്ക് ചെയ്യുക. ഇത് കറക്റ്റാണ്. തയ്ച്ചൊക്കെ വഴിയുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് അവിടെ വന്നോളൂ. നമ്മൾ ഇനി ഒരു സ്റ്റിച്ച് ഇടാണ്ടല്ലോ, അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വന്നോളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഇല്ല, സംഭവം ചെയ്യാനായിട്ട് ഇല്ല. അപ്പോൾ ഇനി ഇവിടെ നോക്കുക, കൃത്യമാണ് കണക്ക്. 1.5 ഇഞ്ച് കറക്റ്റ് തയ്യൽ തുമ്പുണ്ട്. ആ വെച്ച 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാത്രമേ ബാക്കിയായിട്ടുള്ളൂ. ഉണ്ടോ? കൃത്യമായിട്ടും ഈ താഴെ പറഞ്ഞ ലൈൻ ഇവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1.5 ഇഞ്ചേ ഉള്ളൂ. അതേപോലെ ഇവിടെയും ഈ 1.5 ഇഞ്ച് തന്നെ വെച്ച് കൊടുക്കുക. 1.5 ഇഞ്ച് ഒരു പൊടിക്ക് മാറ്റി വെച്ച് കൊടുക്കുക. 1.5 ഇഞ്ച് വെച്ചാലും ഒരു കുഴപ്പവും ചെയ്യില്ല. അതേപോലെ ഇവിടെയും 1.5 ഇഞ്ച് തന്നെ വെച്ച് കൊടുക്കുക. ഇത് വരച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിച്ചിങ്ങിനുള്ള പരിപാടിയായി. അപ്പോൾ ഞാനിത് സ്റ്റിച്ചിങ് ചെയ്യുക, ഇതൊന്ന് ക്ലോസ് ചെയ്തെടുത്തിട്ടായിരിക്കും സ്റ്റിച്ചിങ് ചെയ്യുക. അപ്പോൾ സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ എല്ലാം സെറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി ജോയിൻ ചെയ്തെടുത്താൽ മതി. ജോയിൻ ചെയ്തെടുത്ത് ഈ പാർട്ട് അവസാനിപ്പിക്കുക. അപ്പം കറക്റ്റ് സ്ട്രൈറ്റ് വെക്കുക. ഷോൾഡർ ജോയിൻറ്റ്, ആം ഹോൾ സൈഡ് ലെവൽ ചെയ്ത് പിടിക്കുക. ആം ഹോൾ സൈഡ് കറക്റ്റ് ചെയ്ത് പിടിക്കുക. പിടിച്ചിട്ട് കറക്റ്റ് തുണിയൊക്കെ നോക്കുക. ഒക്കെ ഇട്ട് സ്റ്റിച്ച് ചെയ്ത് വിടുക. തയ്യൽ തുമ്പ് നിങ്ങൾ എത്രയാണ് വെച്ചത് അതനുസരിച്ച് തയ്ച്ചെടുക്കുക. അപ്പോൾ 2 ഷോൾഡർ ജോയിൻറ്റും തയ്ച്ചെടുക്കുക. ആം ഹോൾ സൈഡ് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കണം. 2 ഡബിൾ സ്റ്റിച്ച് ചെയ്യണേ. ഇതുപോലെ കറക്റ്റ് സെറ്റ് ചെയ്തെടുത്ത് നമ്മൾ ആ പോയിൻറ്റ് കറക്റ്റ് ചെയ്തെടുത്തിട്ട് ലെവൽ ചെയ്ത് തയ്ച്ച് പോരുക. ഇവിടെ ആം ഹോൾ സൈഡ് കറക്റ്റായിരിക്കണം. കറക്റ്റ് പിടിച്ചോളണം. പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ച്ച് പോരണം. ഇവിടെ ഒക്കെ ഫ്രീ ആയിട്ട് വരണമെങ്കിൽ ഇല്ലെങ്കിൽ ഇവിടെ ചുളിവ് വരും. ചുളിവൊന്നും വരാതെ ഇവിടുത്തെ ആ ഫ്രീ ഒക്കെ വിട്ട്, ചുളിവ് വരണം മാത്രമല്ല കപ്പ് പിടുത്തം വരും. കറക്റ്റ് തയ്യൽ തുമ്പ് കറക്റ്റായിട്ട് നമ്മൾ തയ്ച്ചെടുക്കണം. പതിയെ പിടിച്ച് തയ്ക്കണം. ഇതുപോലെ കറക്റ്റായിട്ട് നോക്കി ജോയിൻ്റൊക്കെ നോക്കി കറക്റ്റ് ലെവലിന് തയ്ച്ചെടുക്കുക. ഇത് ഡബിൾ സ്റ്റിച്ച് എടുത്തേക്കണം. അതേപോലെ ഇപ്പുറം സൈഡും തയ്ച്ചെടുക്കുക. അപ്പോൾ ഇപ്പുറം സൈഡ് 2 ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമ്മുടെ ഫ്രണ്ട് ബാക്ക് അറ്റാച്ച്മെൻറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് അളന്ന് നോക്കാം കറക്റ്റായിട്ടുണ്ടോയെന്ന്. കൃത്യമായിട്ടും നമുക്ക് 33 കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വലുപ്പം കൂടെ ആകുമ്പോൾ 34 ആയിക്കോളും.